കമാൽ പാഷ സാർ നമസ്കാരം. ഇപ്പൊ CPM വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംഭവം നമുക്കറിയാം. കാഫിർ എന്ന് പറയുന്ന ആ പോസ്റ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പിലിനെ ഉന്നം വെച്ച് കൊണ്ടുവന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം സമൂഹത്തിൽ കലാപം വരെ ഉണ്ടാക്കാനുള്ള രീതിയിൽ ഉതകുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ കാഫിർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുകയല്ലേ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് CPM തന്നെയാണ് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. ഉടനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലാകുന്നത് April 25 ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. April 25 ഉച്ചയ്ക്ക് 2:13 റെഡ് വോളണ്ടിയർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ആദ്യമായി വരുന്നത് അഡ്മിൻ റിബേഷ് ആണ് ഇത് കൊണ്ടുവരുന്നത്. അന്നേ ദിവസം 2:34 റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന സഖാക്കന്മാരുടെ ഗ്രൂപ്പിൽ ഇത് അമൽ ഡ്രാം എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവരുന്നു. പിന്നെ 3 മണിക്ക് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന FB പേജിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു. അഡ്മിൻ മനീഷ് ഇതിടുന്നു. അതിനുശേഷം പോരാളി ഷാജി, വിശ്വവിഖ്യാതമായിട്ടുള്ള CPM-ന്റെ ജിഹു ആയിട്ടുള്ള പോരാളി ഷാജിയുടെ വഹാബ് എന്ന് പറയുന്ന അഡ്മിൻ ആ ഗ്രൂപ്പിൽ ഇത് ഫേസ്ബുക്ക് പേജിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അന്നേ ദിവസം KK ലതിക ഇത് പോസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടിയാണ് ഇത് വലിയ രീതിയിലുള്ള വിവാദം വന്നത്. ഇവരെല്ലാം വാദിക്കുന്നത് ഇത് പ്രചരിപ്പിക്കുന്നത് UDF ആണ് എന്നുള്ളതാണ്. അപ്പൊ ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം തിരിച്ചുവിടാൻ ശ്രമിച്ചു. ഷാഫി പറമ്പിൽ മതമൗലികവാദിയാണെന്ന ആരോപണമാണ് ഇവർ പടച്ചുവിടാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ഷാഫി പറമ്പിൽ ആ ആരോപണത്തെ വളരെ ഗംഭീരമായിട്ട് ടാക്കിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു. അതിനുശേഷം KK ശൈലജയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. KK ശൈലജയെ തള്ളിപ്പറഞ്ഞ KK ലതികയെ തള്ളിപ്പറഞ്ഞ ശൈലജ ടീച്ചറെ MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. EP ജയരാജൻ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ UDF-ന്റെ പങ്ക് ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഇതിൽ മുഴുവൻ പ്രതിരോധത്തിലായിരിക്കുന്ന ഇവര് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇത് കോടതിയിൽ തെളിയിച്ചോളാം. പോരാത്തതിന് ഇപ്പോ ഇതില് നമ്മുടെ UDF സമരത്തിനും ഒരുങ്ങുകയാണ് എന്നറിയാനാണ് സാധിക്കുന്നത്. എന്താണ് സാറിന് ഇത് തോന്നുന്നത്? ഈ കാഫിർ പോസ്റ്റിന്റെ ഉറവിടം CPM എന്തുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? പകല് പോലെ വ്യക്തമാണ് ഇത് ഇവരാണ് കൊണ്ടുവന്നതെന്നുള്ളത്. ഇത് നമുക്ക് ഇലക്ഷനിലൊക്കെ ഇപ്പോൾ അതായത് രാഷ്ട്രീയ പാർട്ടികളൊന്നും ആ പ്രചരണത്തിലൊരു ധാർമ്മികതയൊന്നും പുലർത്തുന്നില്ല. അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റാണ്. അതിനകത്ത് പറഞ്ഞത് ഇത്രയാണ്. അതായത് ഈ ഷാഫി പറമ്പിൽ 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ് എന്നും അതിന് എതിരെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി ഒരു കാഫിറായ സ്ത്രീയാണെന്നും അപ്പോൾ നമ്മൾ ആ വോട്ട് കൊടുക്കണമെന്ന് നമ്മളത് തീരുമാനിക്കണം എന്നും പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ്. ഇത് എന്തുമാത്രം വൃത്തികെട്ട ഒരു പോസ്റ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരിക്കലും ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അയാൾ ചെയ്യുകയല്ല ഇങ്ങനെയൊന്നും. അയാൾക്ക് അതിൻ്റെ ആവശ്യമുള്ളവരല്ല. പിന്നെ ഇത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഏതാണ്ട് യുവജന വിഭാഗത്തിൻ്റെ ഏതാണ്ട് ഒരു തലപ്പത്തുള്ള ഒരാൾ, ആ ജില്ലയിലുള്ള ഒരാളുടെ പേരിലാണ് ഈ പോസ്റ്റ് ആദ്യം അങ്ങോട്ട് വന്നിട്ടുള്ളത്. അയാൾ മനസ്സറിഞ്ഞ കാര്യമല്ല. അയാളിത് കണ്ടുടനെ അയാൾക്ക് വെപ്രാളം. അയാൾ പറഞ്ഞത് ഞാനല്ല, ഇത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു പരാതിപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനിടയിൽ തന്നെ പെട്ടെന്ന് ഇപ്പൊ ഈ പോസ്റ്റ് എവിടൊക്കെ വന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ റെഡ് വോളണ്ടിയേഴ്സ്, റെഡ് ബറ്റാലിയൻ, പിന്നെ വേറെ ഏതാണ്ടൊരു വേറൊരു സാധനം കൂടെ ഉണ്ട്. അതിന്റെ പേര് അമ്പാടിമുക്ക് സഖാക്കൾ. അത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉടനടി തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ, പിന്നെ പോരാളി ഷാജി. ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഇതങ്ങ് ഏറ്റെടുത്തു ശ്രീമതി KK ലതിക. അവര് CPM-ന്റെ യഥാർത്ഥ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറോ നേതാവോ ഒക്കെയാണ്. മുമ്പ് MLA ആയിരുന്നു. അപ്പൊ അവര് ഏറ്റെടുത്തിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാം. ഇതുപോലെ ഇത്രയും വൃത്തികെട്ട ഒരു ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഇലക്ഷൻ ഇന്നങ്ങ് കഴിയും. ഉടനെ ഈ ഇലക്ഷൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞാലും ഈ നാട് വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ഇത്രത്തോളം മോശമായ രീതിയിൽ ഈ ഷാഫി പറമ്പിൽ ഇത് ചെയ്തതായിട്ട് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അവസാനം ഇത് അന്വേഷണം വേണ്ടി വന്നു. കാരണം ഈ 2 കൂട്ടരും വലതുപക്ഷവും ഇടതുപക്ഷവും ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം അന്വേഷണം നടത്തി ഏതായാലും ഈ പോസ്റ്റിനൊരു പിതൃത്വം കിട്ടി. ഇത് ആര് ആണ്, ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് മനസ്സിലായി.
ഹൈക്കോടതിയിൽ ആ ഓഫീസർ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ റെഡ് എന്ന് തുടങ്ങുന്ന റെഡ് കോൺകറോ ഏതാണ്ട് ഒന്ന്, അതുകൂടാതെ റെഡ് വോളണ്ടിയേഴ്സ് 2, മൂന്നാമത് അമ്പാടിമുക്ക് സഖാക്കൾ, നാലാമത് പോരാളി ഷാജി, ഇവരാണ് ഇത് ചെയ്തേക്കുന്നതെന്നും ഇത് എൻ്റെ ഉപജ്ഞാതാവെന്നും പറഞ്ഞ് ഒരു പേര് കൊടുത്തേക്കുന്ന അയാൾക്ക് ഇത് അയാൾക്കെതിരെ ഒരു എവിഡൻസും ഇല്ല എന്നും ആണ് ആ ഉദ്യോഗസ്ഥൻ കൊടുത്തത്. പിന്നെ സഹിക്കത്തില്ലല്ലോ, അയാളെ അപ്പം പറപ്പിക്കണ്ടേ, പിന്നെ അപ്പോഴേ അയാളെ കെട്ടിക്കും. അതൊന്നും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവർക്കെതിരെ ആര് പറഞ്ഞാലും അതിനുള്ള നടപടി വരും. ആ നടപടിയോടുകൂടി ആ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി അതോടുകൂടി അതങ്ങ് തീരുമല്ലോ. ഇനി അധികം അന്വേഷണം ഒന്നും നടക്കത്തില്ല. കാരണം അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് കേട്ടോ. പ്രതിയെ ഞങ്ങൾക്കറിയാൻ കാണിച്ചു തരാം, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തത്. പ്രതിയെ ചൂണ്ടിക്കാണിച്ചു തരാം, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. അതാണ് എഴുതി കൊടുത്തതിന്റെ സാരം. നമുക്കത് പറയാം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തിയുടെ ഇടപാടാന്ന് പോയിക്കോളൂ. ഇത് ഈ ഷാഫിയെ യഥാർത്ഥത്തിൽ ആ ഇലക്ഷനിൽ തന്നെ ഷാഫിയുടെ ഭൂരിപക്ഷത്തിൽ കുറച്ചുകൂടെ വന്നേനെ. കാരണം ഇത് ഇങ്ങനെ കുറെ പേരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ വർഗീയത ആയിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാകുന്നതല്ലേ സമൂഹത്തിൽ. അതിനുവേണ്ടി മുന്നമിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഇലക്ഷന് മത്സരിക്കേണ്ടത്? അപ്പൊ അത് ആ സ്ഥാനാർത്ഥി ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ഥാനാർത്ഥി അല്ല ഇതിന്റെ പുറകിലുള്ളത്. ആ സ്ഥാനാർത്ഥി പോലും ഇപ്പോ ശ്രീമതി ലതികയെ തള്ളി പറഞ്ഞല്ലോ. പക്ഷേ അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഒരു കാരണവശാലും അത് പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ലതിക ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് അവര് വളരെ അർത്ഥശങ്കയില്ലാത്ത വിധം അവർ വ്യക്തമാക്കുന്നത്. പിന്നെ എം വി ഗോവിന്ദന്റെ കാര്യമൊന്നും നമ്മൾ പറയണ്ട. അതിന് പാർട്ടിയുടെ വലിയ തലപ്പത്തിൽ ഇരിക്കുന്ന അദ്ദേഹത്തിനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു മുഖമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തും പിടിച്ചു പറയാമല്ലോ. അങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പരസ്യപ്പെടുത്തിയവർ പുറത്തു കൊണ്ടുവരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അമ്പാടിമുക്ക് സഹാക്കൾ പറയണം എവിടുന്ന് കിട്ടിയെന്ന്, പോരാളി ഷാജി പറയണേ എവിടുന്ന് കിട്ടുന്നത്, അതിനു മുമ്പ് റെഡ് വോളണ്ടിയേഴ്സ് അവർ പറയണേ എവിടുന്ന് കിട്ടുന്നത്, അവർക്ക് കിട്ടിയത് എവിടുന്നാണ് എന്ന് ഇപ്പം അത് പറയാൻ അവർ തയ്യാറാവുന്നില്ല. അത് അവർ പറയാത്തടത്തോളം കാര്യം അന്വേഷണം നടക്കത്തില്ല. ഒരാളെ കുത്തി കൊലപ്പെടുത്തുന്നു ഇരിക്കട്ടെ, പക്ഷേ ആ കുത്തി കൊലപ്പെടുത്തിയവൻ പറയുന്നു അവൻ ചോദിച്ചപ്പോൾ നീ എവിടുന്ന എന്തിനാ അയാളെ കുത്തി കൊലപ്പെടുത്തിയത്? ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. നീ അയാളെ കൊലപ്പെടുത്തിയോ? അതും അനങ്ങുന്നില്ല. അങ്ങനെയുള്ള ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാര്യം അയാളൊന്നും പറയുന്നില്ലല്ലോ. അത് തന്നെയാണ് ആ രീതിയിലാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. കേസ് അന്വേഷണം നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി. ഏത് ക്രിമിനൽ കുറ്റം നടത്തിയതിന് ശേഷവും വായടച്ചങ്ങിരിക്കുക, മിണ്ടത്തില്ല. അത് ചിലരുണ്ട്, നമ്മുടെ പല നേതാക്കളും ചെയ്യുന്ന പണിയാണത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു നയമാണ് ഈ പരിപാടി. കാര്യം എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടത്തില്ല. എത്ര ആരോപണം ഉണ്ടായാലും, അഴിമതി ആരോപണമോ അല്ലെങ്കിൽ അതുപോലെ അത്രത്തോളം വ്യക്തമായ ആരോപണങ്ങൾ ഉണ്ടായാലും വാർക്കത്തില്ല. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞെങ്കിരിക്കും. അത് തന്നെയാണ് ഈ സഖാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കാര്യം. അവരിത് കണ്ടല്ലേ പഠിക്കുന്നത്. അവർ നോക്കുമ്പോഴും ഇത് മിണ്ടിയില്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ തീർന്നു. അത് കണ്ടുപിടിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ. അത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഫേസ്ബുക്കിനെ ഒരു കാര്യം ചെയ്തു. ഫേസ്ബുക്കിൻ്റെ അത് നടത്തുന്നവരെ അവരെയും കൂടെ കൂട്ടുപ്രതിയാക്കിയിട്ടുണ്ട്. എളുപ്പമല്ല. അതാണ് കാര്യം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തുകൊണ്ട് പോകുന്ന കേരള പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം അല്ല സാറേ, എനിക്ക് പ്രധാനമായിട്ട് സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഷാഫി പറമ്പിൽ ഇത്രയ്ക്ക് പേടിയാണോ CPM? ഷാഫി പറമ്പിൽ വന്നപ്പോൾ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് വളരെ ജനസമ്മതിയുള്ള ആളാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയാമല്ലോ. അത് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കും. ഇവർക്ക് വിവരമില്ലാത്തവരൊന്നും അല്ല, ഇവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കി ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അവർക്ക് ജനങ്ങളുടെ ഒരു പൾസ് അവിടെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന് വേണ്ട എങ്ങനെയെങ്കിലും അതിൽ അയാളെ ഒന്ന് തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം. അപ്പോൾ അതിന് നോക്കിയപ്പോൾ അവസാനത്തെ കാർഡാണ് ഈ വർഗീയ കാർഡ് പലരും ഇറങ്ങുന്നത്. അത് ഇവിടെ നമുക്ക് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് BJP ഇറക്കുന്ന ആ കാർഡാണെന്നുണ്ടെങ്കിൽ
ഇവിടെ അതേ കാർഡ് ഇടതുപക്ഷം ആദ്യമായിട്ട് ഇറക്കുകയാണ്. ഈ ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം ഒക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞല്ലോ, ഇങ്ങനെ വോട്ട് പിടിക്കുന്നത് വേണ്ട, അങ്ങനത്തെ ഇടതു മുന്നണിയുടെ ഒരു നയമല്ല ഈ രീതിയിൽ വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ CPM ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അവർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു പോസ്റ്റ് ഇട്ട് അത് ജനങ്ങളുടെ ഇടയിൽ അത് വിതരണം നടത്തി, ആ ഒരുപാട് ആൾ എത്രയോ പേരത് കണ്ടു. അതിന് ഉടനടി ശരിയായിട്ട് ഈ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ ഇടുന്ന മാതിരി ഇതിനകത്ത് ശ്രീമതി ലതികയുടെ ഒരു പോസ്റ്റും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതാണോ നമ്മൾ ഇങ്ങനാണോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നാളെ നമ്മൾ കാണേണ്ടവരല്ലേ, ഇതൊക്കെയാണോ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പരസ്യപ്പെടുത്തി. അത് ഷാഫി കുറച്ച് അതിനകത്ത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഷാഫി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാൽ പോലും കുറച്ച് പേരെങ്കിലും ഇതങ്ങ് വിശ്വസിച്ചു കേൾക്കുമ്പോൾ. കാരണം ഈ നമസ്കാരമൊക്കെ പറഞ്ഞല്ലേ പോകുന്നത്, 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിമാണ് ഇയാൾ, എതിർഭാഗം ഒരു കാഫിർ സ്ത്രീയാണ് എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം മോശമായ ഒരു കാര്യമാണ് ആ പറഞ്ഞു വെച്ചത്. അല്ല, അതിനകത്ത് വേറൊരു കാര്യം ഞാൻ കാണുന്നത്, ഇപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ട് വളർന്നു വരുന്ന ഒരാളാണ്. ഭാവിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി പോലും ആകാം. അപ്പൊ ഈ വർഗീയ ശക്തികൾ ഷാഫി പറമ്പിനെ എങ്ങനെയെങ്കിലും ഒരു മതമൗലികവാദ ലൈനിലേക്ക് കൊണ്ടുവരാൻ ഒരു തക്കം പാത്തിരിക്കുകയാണ്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഉണ്ടായി എന്നൊരു ആരോപണം വരുമ്പോൾ പോലും അത് ഷാഫി പറമ്പിലിനെതിരെ അവർ വലിയ രീതിയിൽ ആളിക്കത്തിക്കാനുള്ള ഒരു ഇതുണ്ട്. കാരണം പുള്ളി കണ്ടില്ലേ, പുള്ളി ശൈലജ കാഫിറാണെന്ന് പറഞ്ഞ് പോസ്റ്റ് അടിച്ചിറക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് ഒരു സംഭവമുണ്ട്. ഇനി രണ്ടാമത് ഇതിലൊരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇത് രണ്ടാമത്തെ പോസ്റ്റാണ് കേട്ടോ, കാഫിർ. ആദ്യം സാറിന് ഓർമ്മ കാണും, ശൈലജ ടീച്ചർ തന്നെ വന്ന് പറഞ്ഞത്. കാരണം ഇത് ശൈലജ ടീച്ചർ അറിയാതെയാണ് നടത്തിയത് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം ശൈലജ ടീച്ചർ ആദ്യം വന്നൊരു വലിയ നുണ പറഞ്ഞായിരുന്നു. ഈ ഷാഫി പറമ്പിലിനെ തോപ്പിക്കാൻ ആദ്യം ഇറക്കിയ കാർഡ് ശൈലജ ടീച്ചറിന്റെ പോൺ വീഡിയോ ഈ UDF പ്രചരിപ്പിക്കുന്നു എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അത് ഞാൻ കണ്ടു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പിന്നീട് ശൈലജ ടീച്ചർ അത് മാറ്റി പറഞ്ഞു, പോൺ വീഡിയോ അല്ല പോൺ ചിത്രമാണ് എന്ന് മാറ്റി പറഞ്ഞു. മൂന്നാമത് അത് കുടുംബശ്രീ പോലെയുള്ള ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം പേജുകളിലും പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഈ പറയുന്ന പോൺ വീഡിയോകളും പോൺ ചിത്രങ്ങളും ശൈലജ ടീച്ചറിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല, സഖാക്കന്മാരല്ലാതെ. പൊതുജനം കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. സഖാക്കന്മാരിൽ ഇത് ആദ്യം കണ്ടത് MV ഗോവിന്ദനാണ്. അപ്പൊ അത് ചീറ്റിപ്പോയി എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് ഈ കാഫിർ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത്. പിന്നെ ഈ ശൈലജ ടീച്ചർ പറഞ്ഞു പോൺ വീഡിയോ ഒന്നുമില്ല, ചെറിയ ചിത്രങ്ങൾ പ്രചരിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് അത് മാറ്റി പറഞ്ഞു. അതിനുശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു നെറേറ്റീവ് ആദ്യം കൊണ്ടുവന്നിട്ട് ഈ കാഫിറിലോട്ട് കടന്നത് ശൈലജ KK ശൈലജ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് അറിയാതെയാണ് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് അവരുടെ ഈ ഉദ്ദേശശുദ്ധി ഈ കാര്യത്തില്, അതായത് നേരത്തെ മറ്റേ വീഡിയോയുടെയോ ചിത്രത്തിന്റെയോ പറയുന്നത് അല്ല. ഇതിനകത്ത് അവര് ശ്രീമതി KK ലതികയെ തള്ളി പറയണമെന്നുണ്ടെങ്കിൽ അവരത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ആ നയം വ്യക്തമാക്കിയത് അവർ പറഞ്ഞതാണ്. അവർ പറഞ്ഞത് എത്രയേ ഉള്ളൂ, ലതിയെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ പോസ്റ്റ് പങ്കുവെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിനെ ഒന്ന് മാറ്റി പറഞ്ഞതൊക്കെ ഉള്ളൂ ശ്രീ ഗോവിന്ദനൊക്കെ. കാരണം അതിന് മറ്റേ ശ്രീമതി ശൈലജയെ തള്ളി പറയുന്ന രീതിയിലായിപ്പോയി ശ്രീ ഗോവിന്ദന്റെ MV ഗോവിന്ദന്റെ പറഞ്ഞു. അതാണ് നമ്മൾ കണ്ടേക്കുന്നത്. കാരണം ഇത് കണ്ടുപിടിക്കേണ്ടതാണ്, ഇതിന്റെ പുറകോട്ട് പോകണം, അന്വേഷണമൊക്കെ കഴിയട്ടെ എന്നിട്ട് നടപടിയെടുക്കാമെന്ന്. അന്വേഷണം ഒരിക്കലും തീരുകയല്ല ഇതിന്റെ. കാരണം ഇവരുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, ഇതൊരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് ഇതിപ്പോ അതുപോലെ തന്നെ ഷാഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെയധികം നല്ല നേതൃത്വ നിലയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനുള്ള കഴിവും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു യുവ നേതാവാണ് അയാള്. ഒരു ഇതിന് വലിയ തലപ്പത്തേക്ക് വരുമെന്നുള്ളതിന് വലിയ സംശയമൊന്നും വേണ്ട, ആ രീതിയിലാണ്. കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ. അതുപോലെ പാർലമെന്റില് ഇപ്രാവശ്യം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ എക്സാംപ്ലറി ആയിരുന്നു കേട്ടോ. ആ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കും, അങ്ങനെയുള്ള ഒരാളിനെ ഒന്ന് തളർത്താൻ ഇത് തന്നെ ഉപയോഗപ്പെടുത്താം, ഇത് ഇലക്ഷൻ കഴിവുപ്പെടുത്താം എന്നുള്ള ഒരു രീതി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ശ്രീമതി ശൈലജ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരാണെങ്കിൽ അവരിത് വിളിച്ചു പറഞ്ഞാൽ ആദ്യം അവരൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഈ ശ്രീമതി ലതിയെ ഇത് പങ്കുവെച്ചതിനെ സംബന്ധിച്ച് അവർ ക്രിട്ടിസൈസ് ചെയ്തേ ഉള്ളൂ, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു.
എന്ന് പറഞ്ഞു. അവര് അറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ള രീതിയിലാണ് അവർ അതിനെ തള്ളി പറഞ്ഞത്. പക്ഷേ അതൊന്നുമല്ലെന്നും ഇതിന്റെ പുറകിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കാരണം അവർക്ക് വേറെ മുഖമില്ലാതായിപ്പോയി, ഇതിനകത്ത് ഒന്നും പറയാൻ, അവരുടെ ശബ്ദം അതിനകത്ത് ഇല്ലാതായിപ്പോയി. കാരണം ഒരു സംഭവം അവർക്ക് പറയാൻ പറ്റാതായിപ്പോയി. കാരണം ഇത് വേറെ ആരും ഇതിനകത്ത് ആദ്യം ഇത് പ്രത്യക്ഷപ്പെട്ടത് എല്ലാം ഈ ചോപ്പിനകത്തായിപ്പോയി എന്നുള്ളത് ഒരു വലിയ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് അവർക്ക് ഇതിങ്ങനെ ഇതിൽ നിന്ന് പറഞ്ഞു നേടാം എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കുമ്പോൾ അതിന് ഏറ്റവും എളുപ്പം ആദ്യം മാർഗം കണ്ടത് ഇത് ഇടതുപക്ഷക്കാരുടെ കയ്യിലാണ് ആദ്യം കണ്ടതെന്നും വന്നതെന്നും ഇത് ഈ പോസ്റ്റ് വന്നതെന്നും ഉള്ളത് വെളിവായി കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അപ്പോഴേ അവിടെ തട്ടി. കാര്യം അയാൾ കൊള്ളത്തില്ല, അയാൾ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ അല്ല, അയാൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അവര് പറയുന്നത് ആയിരിക്കണം അന്വേഷണം. കാരണം അവരുടെ കയ്യിലെ ചട്ടങ്ങളായിട്ടുള്ള ആളുകൾ മാത്രം മതി ഈ പോലീസിൽ ഇരിക്കേണ്ടതും ഈ അന്വേഷണം നടക്കേണ്ടതും. അവരെന്ത് ചെയ്യും? ഞങ്ങളെല്ലാം ചെയ്യും, അത് ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കും, അത് ഞങ്ങളുടെ കോടതി തീരുമാനിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. അതൊക്കെ ഇപ്പൊ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇതൊന്നും മാറ്റേണ്ടതല്ല ഇതൊക്കെ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, അതിന് സംശയമൊന്നുമില്ല. അവരുടെ സേവനങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യവുമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ വളരെ വേണ്ടതാണ്. ഇതിപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താ? ന്യൂനപക്ഷത്തെ ഇതുപോലെ സഹായിക്കുന്നതിന് പകരം ന്യൂനപക്ഷത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമ്മൾ കണ്ടില്ലേ? ഇത് തന്നെയല്ലേ ഈ രീതിയിൽ ഉള്ള ഇടപാടുകൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ബംഗാളിൽ സംഭവിച്ചതൊക്കെ കേരളത്തിൽ സംഭവിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും 40 വർഷം ഭരിച്ച പാർട്ടി അവിടെ ഒരു സീറ്റ് പോലും കിട്ടാതെ കറങ്ങി നടക്കുക, അവിടെ കയറി ഇതാണെന്ന് പറയാൻ കഴിഞ്ഞ അടികൊണ്ടു, ആ രീതിയായി അതൊന്ന്. അപ്പോൾ എന്ന് തന്നെ ഇവിടെ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഇവിടെ അതിനകത്തൊരു ഏകാധിപത്യ രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീരുമാനിക്കാൻ ഒരാളുണ്ട്, ആര് തീരുമാനിക്കും? അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കൂടെ കാര്യം തീരുമാനിക്കും. അത് പാർട്ടി നടന്നുള്ള പാർട്ടിക്ക് ഇപ്പം പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഈ ഉള്ള അഭിപ്രായം ഇപ്പം പറയുന്ന ശ്രീ എം വി ഗോവിന്ദൻ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ഇതുപോലാണ് ഓരോ കാര്യത്തിലും പറയുന്ന അഭിപ്രായങ്ങൾ. ഇതൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണോ ഇതിനകത്ത്? ഇനി ഇത് അന്വേഷിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് പങ്കുവെച്ച ആളുകൾക്ക് പേരിൽ പാർട്ടി നടപടിയെടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറയുന്നതിന് പകരം പറയുന്നത് അന്വേഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം തീരട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ നടപടി എടുക്കേണ്ടവരുടെ പേര് നടപടി എടുത്തോളാം. ഇപ്പൊ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ആളുകൾ ഇതൊക്കെ ഈ അമ്പാടിമുക്ക് സഖാക്കളെന്നും ഈ പോരാളി ഷാജി എന്നും ഒക്കെ പറയുന്നവര് ആരാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാമല്ലോ. അവര് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അവരുടെ ബന്ധത്തെ കുറിച്ച് ജനങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അത് എങ്കിലും ഒന്നും അവര് അതെങ്കിലും നടപടി വേണ്ടേ അവരുടെ ഭാഗത്തുനിന്ന്? ആ നടപടിക്ക് പകരമായിട്ട് പറയുന്ന വർത്തമാനമായി ഇതൊക്കെ. അന്വേഷണം കഴിയട്ടെ, അന്വേഷണം കഴിഞ്ഞിട്ട് കുറ്റക്കാരാണെന്ന് ആരാണെന്ന് തെളിയും ശിക്ഷിക്കുമോ? ഇവർക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? അത് കോടതി നോക്കിക്കോളും. അത് കോടതിയിലെ കേസാകണ്ടേ? അത്രത്തോളം വലിയ ഒരു മാറ്ററല്ലേ വന്നിരിക്കുന്നത്. അതിന്റെ മാത്രമല്ല, അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് എന്തെന്നറിയോ? ആദ്യം ഇവർക്ക്, അതായത് ആ ലീഗ് പ്രവർത്തകനെതിരെ എടുത്ത കേസിനകത്ത് 153A ആണ് ഇട്ടേക്കുന്നത് വകുപ്പ്. ഈ കള്ളത്തരം ഉണ്ടാക്കി എന്നുള്ളതിന്റെ FIR ഉണ്ടല്ലോ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനുള്ള രണ്ട് FIR ഉണ്ട്. ആ FIRനകത്ത് ഉള്ള കുറ്റം എന്താണെന്നറിയോ? 153 മാത്രമേ ഉള്ളൂ. 153A ഇട്ടിട്ടില്ല അവിടെ. മറ്റേത് വളരെ സീരിയസ് ആയിട്ടുള്ള ജാമ്യം കിട്ടാത്ത ഒരു ഒഫൻസാണ് ആ ലീഗ് പ്രവർത്തകന്റെ പേരിലിട്ടത്. എന്നാൽ അതിന് ഇതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തേക്കുന്ന ഈ പണിക്ക് അതിന് 153A തന്നെ ഇടേണ്ടതാണ്. അതിന് വരെ അത് വെറും 153 മാത്രമായിട്ടേക്കും. അത് മനസ്സിലാക്കണം. അത് ജനങ്ങൾ അറിയുന്നില്ല പലരും. അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് എങ്ങനെ ഈ പോലീസ് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഇങ്ങനെ പാർട്ടി സ്നേഹം പാടുണ്ടോ പോലീസിന്? പോലീസിന് ഗവൺമെന്റിന്റെ ആളുകളായിട്ട്, പക്ഷേ അവിടെ പോലീസിന് രാഷ്ട്രീയം പാടുണ്ടോ? അതിനകത്ത് ഒരു ഇൻഡിപെൻഡൻസ് വേണ്ടേ പോലീസിന്? അങ്ങനെ ആയിരിക്കണമല്ലോ പോലീസ് എന്ന് പറയുന്ന അതൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പോയ ആളിനെയാണ് അവിടുന്ന് പറക്കി എറിഞ്ഞത്. അതാണ്
അതെ അതെ അത് നമുക്ക് മനസ്സിൽ തിരിച്ചറിയണം. അവർ പരിഭ്രാന്തിയിലാണ്. ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. എന്തായാലും കാഫിർ പോസ്റ്റ് ഇപ്പൊ CPM മുഴുവനായിട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. UDF ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആ സമരത്തിനെ പ്രതിരോധിക്കാൻ CPM എന്ത് ചെയ്യും എന്ന് മാത്രമേ ഇനി നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളൂ. 19-ന് SP ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് UDFന്റെ നിലവിലത്തെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.